നിങ്ങൾ നൽകുന്ന അതേ പണത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെക്കാൾ 10 ഇരട്ടി വേഗതയിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് തട്ടിവിടുന്ന ഒന്നുമല്ല. തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കിട്ടാതെ നിങ്ങൾ എപ്പോഴെങ്കിലും വട്ടം കറങ്ങിയിട്ടുണ്ടോ? അടിയന്തരമായ ഒരു മെസ്സേജ് അയക്കാൻ പോലും സാധിക്കാതെ വിഷമിച്ച് നിന്നിട്ടുണ്ടോ? എന്നാൽ അതേ സമയത്ത് നിങ്ങളുടെ സുഹൃത്തിന് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അറിയുക, അവിടെ കളിക്കുന്നത് ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, വലിയൊരു ബിസിനസ് തന്ത്രം കൂടിയാണ്. ഇത് വെറും ഭാഗ്യമല്ല, ടെലികോം കമ്പനികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു പുതിയ ഡിജിറ്റൽ നീതികേടിന് തുടക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നെനിക്കറിയാം. ഇന്ത്യയിലെ ഇന്റർനെറ്റ് ലോകം വലിയൊരു വിഭജനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്. സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. എയർടെൽ കൊണ്ടുവന്നിരിക്കുന്ന 5G നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്നൊരു ഫീച്ചറിനെ പറ്റിയാണ് പറയുവാനായിട്ട് പോകുന്നത്. എന്താണ് ഈ നെറ്റ്വർക്ക് സ്ലൈസിംഗ്? ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റിനെ ഒരു വലിയ ഹൈവേ ആയി എന്ന് സങ്കല്പിക്കുക. ഇതുവരെ നമ്മൾ എല്ലാവരും ഒരേ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. ആൾക്കൂട്ടം കൂടുമ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടാവും, സ്പീഡ് കുറയും. ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ 5G വന്നതോടെ എയർടെൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇവർ ഈ വലിയ ഹൈവേയെ പല സ്ലൈസുകളായി അഥവാ വിർച്വൽ ട്രാക്കുകളൊക്കെ ആയിട്ട് മുറിക്കും. അതായത് ഒരേ ടവർ, ഒരേ നെറ്റ്വർക്ക്, പക്ഷേ യാത്ര ചെയ്യാൻ പല പാതകൾ. വിചിത്രം. സ്വാഭാവികമായി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ചോദ്യം കടന്നു പോയിട്ടുണ്ടാവും. പണം കൂടുതൽ കൊടുത്താൽ സ്പീഡ് കൂടുമോ എന്നുള്ളത്. അതെ എന്ന് തന്നെയാണ് ഉത്തരം. ഈ പുതിയ സംവിധാനത്തിലൂടെ ടെലികോം കമ്പനികൾക്ക് ഒരു VIP ലൈൻ സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. നിങ്ങൾ കൂടുതൽ പണം മുടക്കി ഒരു പ്രീമിയം പോസ്റ്റ്പെയ്ഡ് പ്ലാൻ എടുക്കുന്നു എന്ന് കരുതുക. നെറ്റ്വർക്ക് നിങ്ങളുടെ ഡാറ്റ പാക്കറ്റിനെ ഒരു ഹൈ പ്രയോറിറ്റി സ്ലൈസിലേക്ക് മാറ്റും. വളരെ തിരക്കുള്ള സ്ഥലത്ത് പോലും ബാക്കി എല്ലാവരെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ പാക്കറ്റുകൾക്ക് മുൻഗണന ലഭിക്കും. അതായത് മറ്റുള്ളവർക്ക് ഇന്റർനെറ്റ് കിട്ടാൻ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ സുഗമമായി 4K വീഡിയോ കാണാമെന്നാണ് അർത്ഥം. എന്നാൽ സാധാരണ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഈ സ്പെഷ്യൽ ട്രാക്കിന് പുറത്തുള്ള പൊതുവായ പാതയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെല്ലാം സ്പീഡ് സ്വാഭാവികമായിട്ട് താഴേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തിരക്കേറിയ സ്ഥലത്ത് കൂടെ ഒരു ആംബുലൻസ് ചീറി പാഞ്ഞു പോയാൽ നമ്മൾ പ്രത്യേകിച്ച് തെറ്റൊന്നും അതിൽ കാണുകയില്ല. കാരണം അതൊരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവശ്യ സർവീസ് എന്ന ബോധം നമ്മളിൽ എല്ലാവർക്കുമുണ്ട്. എന്നാൽ കൂടുതൽ പണം മുടക്കിയ മറ്റൊരാൾ ഇതേ പാതയിലൂടെ നമ്മളെല്ലാം അവഗണിച്ചുകൊണ്ട് പോകാൻ സാധിച്ചാൽ അതിൽ അസമത്വമായി കാണുവാൻ മാത്രമേ നമുക്കതിനെ സാധിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സമാനമായൊരു പ്രശ്നം തന്നെയാണ് ഈ കാര്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. കമ്പനികൾ പറയും ഇത് നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഒക്കെ ആണെന്ന്, തിരക്ക് കുറയ്ക്കാനുള്ള മാർഗമാണെന്നൊക്കെ സൂചിപ്പിക്കും. കേൾക്കുമ്പോൾ ഇതൊരു വലിയ സാങ്കേതിക വിപ്ലവമായൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ എന്താണ് ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്റർനെറ്റിനെ കണ്ടിരുന്നത് ഒരു തുല്യ അവസര വേദിയായിട്ടാണ്. ഒരു ഗ്രാമത്തിലെ വിദ്യാർത്ഥിക്കും നഗരത്തിലെ കോടീശ്വരനും ഒരേ അറിവ്, ഒരേ വേഗതയിൽ ലഭിക്കുന്ന ഒരു ഡിജിറ്റൽ ജനാധിപത്യം. അവിടെ സ്പീഡിന്റെ പേരിൽ ഒരു വേർതിരിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കുക, നാളെ ഒരു വലിയ വിപത്തോ അല്ലെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു വാർത്തയോ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യം അറിയാനുള്ള അവകാശം പണമുള്ളവർക്ക് മാത്രമായി മാറുമോ? പണമുള്ളവർക്ക് മാത്രം സ്പീഡ് എന്നതിനപ്പുറം എല്ലാവർക്കും തുല്യത എന്ന അടിസ്ഥാന മൂല്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാം. സാങ്കേതികമായി ഒന്ന് നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്നത് 5Gയുടെ ഒരു അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമായി പറയാം. തിരക്കേറിയ ഇടങ്ങളിൽ നെറ്റ്വർക്ക് മാനേജ് ചെയ്യാൻ ഇതിലും മികച്ചൊരു വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. പക്ഷേ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരിക്കലും മനുഷ്യർക്കിടയിൽ ഒരു ക്ലാസ് ഡിഫറൻസ് അഥവാ വർഗ വിവേചനം സൃഷ്ടിക്കരുത് എന്നുള്ളതാണ്. ഇന്റർനെറ്റിന്റെ സ്പീഡ് പണം കൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ നീങ്ങുന്നത് ഡിജിറ്റൽ സമത്വത്തെ തന്നെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു ബിസിനസ് തന്ത്രമാണോ, അതോ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന്, നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലുള്ള പ്രധാനപ്പെട്ട ടെക് അപ്ഡേറ്റുകൾക്കായി അതിന് പിന്നിലെ വസ്തുതകൾ കൃത്യമായി അറിയുന്നതിനായി എൻ്റെ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ആദ്യം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.